നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ നിന്നും ചർച്ചാ വിഷയമാണ് കൃഷ്ണകുമാർ കുടുംബം. പലർക്കും വളരെ ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു ഇവരെല്ലാം. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താരകുടുംബത്തിന് നേരിടേണ്ടി വരുന്നത് തുടരെ വിമർശനങ്ങളാണ്. അമ്മയുടെ സഹോദരിയുടെ മകൾ തൻവി സുധീർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ് എല്ലാത്തിനും തുടക്കമായത്. അഹാനയുടെ അമ്മ സിന്ധു കൃഷ്ണ തന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം അമ്മയെ തിരിഞ്ഞു നോക്കിയില്ല എന്നെല്ലാം തൻവി പറഞ്ഞിരുന്നു. ഇതോടെ കാനഡയിലായിരുന്ന തൻവി നാട്ടിലെത്തുകയും ചെയ്തിരുന്നു. ഈ അവസരത്തിലാണ് അഹാനയുടെ അമ്മൂമ്മ വസന്ത നടത്തിയ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായി മാറിയത്. അതിന് അഹാന കൃഷ്ണ നൽകിയ മറുപടിയും എല്ലാമാണ് വിവാദങ്ങൾക്ക് കാരണമായത്. ഒരു ഘട്ടത്തിൽ കുടുംബ വഴക്ക് പരസ്യമായി വിഴുപ്പലക്കിലേക്ക് വഴിമാറി. ഇപ്പോഴിതാ ഈ വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിക്കുകയാണ് കൃഷ്ണകുമാർ. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കൃഷ്ണകുമാറിന്റെ പ്രതികരണം. സുന്ദരവും സമാധാനപരവുമായ ജീവിതം ഉണ്ടാകണമെങ്കിൽ ചില വിട്ടുവീഴ്ച ചെയ്ത് പോയി കഴിഞ്ഞാൽ നടക്കും. ഞാൻ ചെറുപ്പത്തിൽ വളരെയധികം പ്രതികരിക്കുന്ന ആളായിരുന്നു. നിരവധി പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. സീരിയൽ മേഖലയിൽ എന്നെ വിളിച്ചിരുന്നത് പ്രശ്നകുമാർ എന്നാണ്. ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ നടി ശ്രീവിദ്യ എന്നെ വിളിച്ച് സംസാരിച്ചു. എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാത്തിലും ഇടപെടും എന്നാണ്. അവർ അതിന് മറുപടി പറഞ്ഞത് നമ്മുടെ പ്രവൃത്തി നല്ലതായിട്ടും ആരോപണം വരുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ തെറ്റ് ചെയ്യാത്തവർ ഇല്ല. ഈ തെറ്റുകളൊന്നും ദൈവത്തിന് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മുടെ പ്രവൃത്തി ശരിയായിട്ടും ആരോപണം വരുന്നുണ്ടെങ്കിൽ ആരോപണം ദൈവം തരുന്ന ഒരു സമ്മാനമാണ്. ആരോപണം നിങ്ങളുടെ ഓറെ ശുദ്ധീകരിക്കും. നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടായിരിക്കുമെന്ന് ഇതെന്നും ഞാൻ എൻ്റെ മനസ്സിൽ വയ്ക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ മക്കളോട് പറയും, എടാവേ ആരും പ്രതികരിക്കില്ലേ, ആ പ്രശ്നം നല്ലതാണെന്ന്. എൻ്റെ രണ്ടാമത്തെ മകൾക്ക് അടുത്തിടെ ഒരു പ്രശ്നമുണ്ടായി. ഏണി വെച്ച് പിടിച്ചതാണത്. ഞങ്ങൾ ഒരേ പോക്കാണ്. എന്തായാലും ആ പ്രശ്നം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ മോൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ നല്ല കാലം തുടങ്ങുന്നു. പുതിയ സ്ഥാപനം തുടങ്ങുന്നു. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നടന്നു. ചിലപ്പോൾ ഇലക്ഷന് എനിക്ക് സീറ്റ് കിട്ടിയെന്നിരിക്കാം, ചിലപ്പോൾ ഞാൻ തോറ്റെന്നിരിക്കാം. പക്ഷേ ഒരു പാൻ ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ചെയർമാനായിട്ട് വരുന്നു. നടന്ന സംഭവങ്ങൾ ഓറെ ക്ലെൻസ് ചെയ്യുന്നതാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. ഇപ്പോൾ വീട്ടിൽ വേറൊരു വിഷയം നടക്കുന്നുണ്ട്. കുടുംബം മുഴുവൻ എയറിലാണ്. ഇതിന് പ്രതികരിക്കല്ലേ എന്ന് ഞാൻ പറയുന്നതിന് മുൻപേ തന്നെ എൻ്റെ ഒരു മോള് പ്രതികരിച്ചു പോയി. അപ്പോഴും ഞാൻ പറഞ്ഞു തെറ്റില്ല. കാരണം എൻ്റെ മൂത്ത മകൾ പ്രതികരിച്ചപ്പോൾ എന്നോട് പലരും പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ആംഗിളിലാണ്. ഇന്ന് എനിക്ക് 58 വയസ്സും അവൾക്ക് 30 വയസ്സുമാണ്. ആദ്യത്തെ പെൺകുട്ടി ജനിക്കുമ്പോൾ പറയും അച്ഛൻ്റെ ഫീമെയിൽ വേർഷൻ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചവിട്ടി ചുരുട്ടി കൂട്ടിയേനെ. എൻ്റെ മോൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ. മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്കും സമാധാനമായിട്ട് പറയാം, നിങ്ങളുടെ മോള് തന്നെ എന്ന് പറയാം. കാരണം ഞാൻ ഭയങ്കര പ്രതികരണത്തിന്റെ ആളായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. സൈബർ ബുള്ളിങ്ങിനെതിരെ എപ്പോഴും പ്രതികരിക്കാറുള്ളവരാണ് അഹാന കൃഷ്ണയും കുടുംബവും. എന്നാൽ ദിയയും ഇഷാനയും എല്ലാം കോളേജിൽ പഠിക്കുന്ന കാലത്ത് മറ്റ് വിദ്യാർത്ഥികളെ ബോഡി ഷെയ്മിങ്ങും ബുള്ളിങ്ങും ദയാദാക്ഷിണ്യം ഇല്ലാതെ ചെയ്തിരുന്നവരാണെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. കോളേജ് ബസ്സിലെ സീറ്റിനെ ചൊല്ലി തന്നെ ദിയ ഒരുപാട് അപമാനിച്ചതായും താരപുത്രിയോടൊപ്പം കോളേജിൽ പഠിച്ചിട്ടുള്ള പെൺകുട്ടി പുറത്തുവന്ന വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിരുന്നു. ഡാനി സത്യൻ എന്ന യൂട്യൂബറുടെ ചാനലിലൂടെയായിരുന്നു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരുന്നത്. കോളേജ് അധികൃതരോട് പരാതിപ്പെട്ടതിനെ തന്റെ മുഖത്ത് നോക്കി ദിയയുടെ സഹോദരി അഹാന കൃഷ്ണ തെറി വിളിച്ചുവെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു. വോയിസ് ക്ലിപ്പിൽ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിന്നെയൊക്കെ ആദ്യമേ പിടിച്ച് റാഗ് ചെയ്യാത്തത് കൊണ്ടാണ് സീനിയേഴ്സിനോട് നിനക്കൊന്നും ബഹുമാനമില്ലാത്തതെന്നാണ്. നിന്നെയൊക്കെ ഞാൻ പിടിച്ച് റാഗ് ചെയ്യണമെങ്കിൽ മിനിമം സ്റ്റാൻഡേർഡ് എങ്കിലും വേണം, അല്ലെങ്കിൽ മിനിമം ലുക്ക് എങ്കിലും വേണം. അതുപോലും ഇല്ലാത്തത് കൊണ്ടാണ് പിടിച്ച് റാഗ് ചെയ്യാത്തത്. കണ്ടാലേ അറിയാം വെറും പഴമാണ്, കിഴങ്ങി ലുക്കാണ്. ഇവരെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടുകാരും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തിനാണ് എൻ്റെ വീട്ടുകാരെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടുകാരെ അടക്കം അന്ന് തെറി പറഞ്ഞത്. ആ കോളേജ് ബസ്സിൽ മിനിമം ഒരു 30 പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അത്രയും പിള്ളേരുടെ മുന്നിൽ വെച്ചാണ് എന്നെ ഇത്തരത്തിൽ അപമാനിച്ചത്. കോളേജിലേക്ക് ബസ് എത്തുന്നത് വരെ പലതും ഇതുപോലെ തന്നെ എന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാനൊന്നും റിയാക്ട് ചെയ്യാൻ പോയില്ല. എന്നെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു കോളേജ് എത്തുന്നത് വരെ. കോളേജിൽ ചെന്ന ശേഷം ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ചെയ്തു. പ്രിൻസിപ്പലിന്റെ അടുത്തും പരാതിപ്പെട്ടു. പ്രിൻസിപ്പലിനോട് പരാതി പറഞ്ഞപ്പോൾ ദിയയുടെയും ഇഷാനിയുടെയും വീട്ടിലുള്ളവരെ വിളിപ്പിച്ചു. അഹാനയുടെ അമ്മയും എല്ലാം കൂടിയാണ് വന്നത്. കോളേജിൽ വന്ന അഹാന പ്രായമായ വൈസ് പ്രിൻസിപ്പലിനോട് തൊട്ടിക്കയറി സാറിനെ ചീത്ത പറയുകയും മര്യാദയില്ലാതെ പെരുമാറുകയും ചെയ്തു. ഞങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കി ബിച്ചെന്ന് വിളിച്ചിട്ടാണ് അഹാന ഇറങ്ങിപ്പോയത്. സൈബർ ബുള്ളിംഗ് തെറ്റാണെന്ന് പറഞ്ഞ വീഡിയോയും പോസ്റ്റും ഇടുന്ന അഹാനയ്ക്ക് ഒരാളെ നേരിട്ട് അപമാനിക്കുന്നതും തെറി വിളിക്കുന്നതും അവരുടെ വീട്ടുകാരെ പറയുന്നതും തെറ്റാണ്
തെറ്റാണെന്ന് അറിയില്ലേ? ബസ് സ്റ്റോപ്പിൽ നിന്നും കയർ കോളേജ് എത്തുന്നത് വരെ ദിയ എന്നെ പലതും പറഞ്ഞ് അപമാനിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്റെ ഫോട്ടോ എന്റെ അനുവാദമില്ലാതെ എടുക്കാൻ വരെ തുടങ്ങി. ഇവളുടെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടണം, എന്തോ വലിയ ആളാണെന്നാണ് ഇവളുടെ വിചാരം എന്നൊക്കെയാണ് ദിയ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം സ്വന്തം സഹോദരിമാരെയാണ് അഹാന മര്യാദ പഠിപ്പിക്കേണ്ടത്, ഒപ്പം സ്വയവും അല്പം മര്യാദ പഠിക്കണം എന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു. പെൺകുട്ടി പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും വ്യക്തമല്ല. പക്ഷേ വോയിസ് ക്ലിപ്പിന് താഴെ ദിയയുടെ ജൂനിയറായി പഠിച്ചവരിൽ പലരും പെൺകുട്ടി പറയുന്നത് സത്യമാണെന്ന് കുറിച്ചെത്തി. ദിയയും ഇഷാനിയും എല്ലാം തിരുവനന്തപുരത്താണ് ഉപരിപഠനം നടത്തിയത്. ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം ദിയ കണ്ടന്റ് ക്രിയേഷനിലേക്കും ബിസിനസ്സിലേക്കും ഇറങ്ങി. ഇഷാനിയും ഇപ്പോൾ ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്ററാണ്. അഹാന ഉപരിപഠനം നടത്തിയത് ചെന്നൈയിലായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഒരു അമ്മു വേണമെന്നത് തങ്ങൾ ആരും പറഞ്ഞ ഡയലോഗ് അല്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് സംസാരിക്കവേ സിന്ധു കൃഷ്ണ പറഞ്ഞത്. ഇപ്പോൾ വലിയൊരു ഡിസ്കഷൻ നടക്കുകയാണ് എല്ലാ വീട്ടിലും ഒരു അമ്മു വേണമോ ഇല്ലയോ എന്ന കാര്യം. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ വേർഡിംഗ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ചുറ്റുമുള്ളവർക്കും വേണ്ടി പലതും ചെയ്യുന്നത് വർഷങ്ങളായി പലരും കണ്ട് അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഉണ്ടാക്കിയ മോട്ടോ ഒന്നുമല്ല. മറ്റു വീടുകളിൽ അമ്മു വേണമോ വേണ്ടയോ എന്നത് ആളുകൾക്ക് തീരുമാനിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അമ്മു വേണം എന്നായിരുന്നു സിന്ധുവിന്റെ വാക്കുകൾ. എന്നാൽ സിന്ധുവിനെല്ലാം പ്രേക്ഷകരുടെ തലയിൽ വെച്ച് കൈകഴുകാൻ ആവില്ല എന്നും എല്ലാത്തിൻ്റെയും തുടക്കം തന്നെ സിന്ധുവിൽ നിന്നാണെന്നും പറയുകയാണ് റെഡിറ്റ് യൂസേഴ്സ്. ഒപ്പം എല്ലാ വീട്ടിലും ഒരു അമ്മു വേണമെന്ന ഡയലോഗിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നതിന്റെ തെളിവും റെഡിറ്റ് യൂസേഴ്സ് സിന്ധുവിനായി പോസ്റ്റ് ചെയ്തു. ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കവെയാണ് എല്ലാവരുടെയും വീട്ടിലും ഒരു അമ്മു വേണം എന്ന ഡയലോഗ് ആദ്യമായി സിന്ധു പറഞ്ഞത്. അമ്മ മകൾ എന്നതിലുപരി അഹാനയും സിന്ധുവും തമ്മിൽ അതിനേക്കാൾ വലിയൊരു ആത്മബന്ധവും സൗഹൃദവുമുണ്ട്. തന്റെ എല്ലാം കണ്ട് അറിഞ്ഞ് ചെയ്യുന്നത് അഹാനയാണെന്നാണ് സിന്ധു തന്നെ പലപ്പോഴായി പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.